അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന 8 വർഷം മാത്രം പ്രായമുള്ള മുഹമ്മദ്, അതുപോലെ കുബ്രയുടെയും പൊന്നുമകൾ ഹിബ ഫാത്തിമ, ആ കുടുംബത്തിൻ്റെ നിധിയായിരുന്നു പൊന്നുമോൾ. സുഹൃത്തുക്കളുമൊത്ത് ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് രക്ഷിതാക്കളൊക്കെ കുട്ടികളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധ വേണം. കാരണം ഇത് മഴ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. കാസർഗോഡ് ബാഡൂർ പദോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു സംഭവം. വളരെ വേദനിപ്പിക്കുന്ന, ഒരു നാടിനെ തന്നെ കണ്ണീരിലാക്കിയ ഒരു സംഭവമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ബാഡൂർ പദോ, ഈ പ്രിയപ്പെട്ട പൊന്നുമോൾ ഹിബ ഫാത്തിമ അവിടെയുള്ള ഒരു കുളത്തിൽ പെട്ടെന്ന് അപകടത്തിൽപ്പെടുകയും മരണപ്പെട്ടെന്നുള്ള വാർത്ത വളരെ വേദനയോടു കൂടിയാണ് കേൾക്കാൻ സാധിച്ചത്. നമ്മുടെ പൊന്നുമക്കൾ മദ്രസ സ്കൂളിലേക്കൊക്കെ പോകുന്ന മക്കളാണ്. ആ മക്കൾ അപകടത്തെക്കുറിച്ചൊന്നും അവർക്ക് ബോധമില്ല. ആ മക്കൾ വീട്ടിലേക്ക് കഫം പുടവയിൽ പൊതിഞ്ഞു കൊടുന്നൊരവസ്ഥ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആ മക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവൻ, നാം അവർക്ക് വേണ്ടിയാണ് നമ്മുടെ പരിശ്രമങ്ങൾ പോലും. ആ പൊന്നുമക്കൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ കഫം പുടവയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുന്നൊരവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരവും ദുഃഖകരമായൊരവസ്ഥയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ പൊന്നുമകളുടെ മാതാപിതാക്കൾ മുഹമ്മദ്, അതുപോലെ കുബ്ര എന്ന് പറയുന്ന അവരുടെ ദമ്പതികളുടെ പ്രിയ പുത്രിയാണ് ഹിബ ഫാത്തിമ. കുടുംബത്തിന് ഈ ഒരു പരീക്ഷണം താങ്ങാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന പൊന്നുമക്കളെ കൂട്ടത്തിൽ ആ പൊന്നുമോൾ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. എല്ലാ രക്ഷിതാക്കളും, പ്രത്യേകിച്ച് മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, മക്കളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ പ്രത്യേകിച്ചുണ്ടാകണം. അല്ലാഹു നമ്മുടെ മക്കൾക്ക് അവൻ്റെ പ്രത്യേകമായ ഹിഫ്ളിയത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.